ഞാനാണ് ജാസിയുടെ കൂടെ ജാസിയുടെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത്. എന്നെ എത്രമാത്രം ജാസി വിശ്വസിക്കുന്നു അതുപോലെയാണ് എന്നെക്കാൾ മുന്നേ പരിചയപ്പെട്ടാണ് ഈ പറയുന്ന വ്യക്തി. 2020 മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി. പരിചയമില്ലാത്ത ഒരാൾക്ക് തുണി മാടി കാണിച്ചു കൊടുത്ത് ജാസി ഒരു പരിചയമില്ലാത്ത എന്നാണ് പറയുന്നത്. ആണല്ല പെണ്ണല്ല, ആണും പെണ്ണും കെട്ടാല രീതിയിലൊക്കെ സംസാരം വരുന്നുണ്ട്. തുണി പൊക്കി കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി 2020 മുതൽ ജാസിയുടെ ഫ്രണ്ടാണ്. ജാസി എന്റെ ഫ്രണ്ടാന്ന് പോലും അത് ജാസി മാത്രം തീരുമാനിച്ചാൽ മതിയാ. ഓനും അല്ല ഓളും അല്ല, ആ നായി എന്റെ ഫ്രണ്ടാണെന്നുള്ളത് ഓൻ തീരുമാനിച്ചാൽ മതിയാ. ഞാൻ പറയൊന്നും വേണ്ട. പുള്ളിക്കാരത്തിക്ക് അറിയാം കത്തി നിൽക്കുന്ന ടോപ്പിക് നമ്മുടെ വെച്ച് കെട്ടിയ സിലിക്കോൺ ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സിലിക്കോണിനെ കുറച്ച് പറ്റിയിട്ട് നൈസായിട്ട് സൈഡ് കൂടെ ഒന്ന് വാഴ നനയുമ്പം ചീരക്കും നനയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവരെന്താ പറയുന്നത്, ജാസി ഡൗൺ സർജറി കഴിഞ്ഞിട്ടില്ല. കാരണം റെനെ മെഡിസിറ്റിയില് ഡൗൺ സർജറി ഇല്ല. അപ്പൊ ഡൗൺ സർജറി കഴിയാത്ത ജാസി, അതായത് ഈ പറയുന്ന ജാസിന്റെ അണ്ടി അവിടെ തന്നെ ഉണ്ട്. അബദ്ധം പറ്റിയതല്ല, എന്ന് പറഞ്ഞാലും അടിയോ, ഈ പറയുന്ന ജാസിന്റെ അണ്ടി അവിടെ തന്നെ ഉണ്ട്. അത് മുറിച്ച് കളഞ്ഞിട്ടില്ല. കാരണം അത് എന്നെ കാണിച്ചിട്ടില്ല. നായി പറയുന്നുണ്ട് എന്റെ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ല, എന്റെ ഹെൽത്ത് ഒന്ന് ഓക്കെ ആയ പാട് ഞാനൊന്ന് ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും എന്നുള്ളത്. അല്ല, നീ പിന്നെ നിന്റെ യൂട്യൂബ് ചാനലിൽ ബാക്കി പറഞ്ഞത് കുണ്ടി കൂടിയാന്ന്. അത് കുണ്ടി കൂടിയാന്ന്. അണ്ണാക്ക് കൂടി തന്നെയല്ലേ. അപ്പൊ നിനക്ക് ഹെൽത്തിന് പ്രശ്നമൊന്നുമില്ലേ? വിവാദങ്ങൾ വരുമ്പോ മാത്രമാണോ നിന്റെ സിലിക്കോണിലുള്ള സ്റ്റിച്ച് നിനക്ക് വേദന എടുക്കുന്നത്? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.